Boche Gold and Diamonds. Buy now, pay later. പാലക്കാട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികളോട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നീതി പുലർത്തണമെന്ന് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഒ.കെ. മണി. മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷനും കേരള ഗവൺമെന്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷനും കോളേജ് യൂണിയനും ചേർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇപ്പം 3 വർഷമായിട്ട് നമ്മുടെ കോളേജ് തുടങ്ങിയിട്ട് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് തുടങ്ങിയൊരു 6 കോളേജിലൊരു കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് 6 കോളേജിൽ തുടങ്ങിയത്. അതോടൊപ്പം തുടങ്ങിയ പാലക്കാട് നഴ്സിംഗ് കോളേജ് എന്ന് പറയുന്നത് ഞങ്ങൾക്കിപ്പം അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇപ്പം 3 ബാച്ചുകൾ ഇവിടെ ഉണ്ടായിട്ടും 3 ബാച്ചിൽ 218ഓളം കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പഠന സൗകര്യങ്ങളില്ല. ടീച്ചർമാരില്ല, അധ്യാപകരില്ല. ഇത്രയും കുട്ടികൾക്ക് ആകെ 5 അധ്യാപകർ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഈ 5 അധ്യാപകരെ വെച്ചിട്ട് 218 പിള്ളേരെ പഠിപ്പിക്കാനായിട്ടുള്ള സൗകര്യമില്ല. അതുപോലെ ഞങ്ങൾ നേഴ്സുമാരാണ്. ഞങ്ങൾ വരുന്ന കാലങ്ങളിൽ നേഴ്സുമാരെ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ എക്സ്പോഷർ നല്ലോണം വേണം. ആശുപത്രികളിൽ പോയിട്ട് ഞങ്ങൾക്ക് പഠന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. കാരണം ഞങ്ങൾക്കിപ്പം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും മെഡിക്കൽ കോളേജിൽ പോലും പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ വരുന്നത് DH-ലാണ്. DH-ലും അതുപോലെ ഇത്രയും കുട്ടികൾക്ക് നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അതുപോലെ കോളേജിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ബ്ലോക്കിൽ ഒരു 3ാമത്തെ ഫ്ലോറിലാണ് ഒരു കോളേജിൽ നിലനിന്ന് പോകുന്നത്. ഒരു കോളേജ് എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള തരുതായിട്ടുള്ള ഒരു കെട്ടിടം വേണം, അതിൻ്റെതായിട്ടുള്ള ലാബുകൾ സൗകര്യങ്ങളെല്ലാം വേണം. പക്ഷേ ഞങ്ങളിപ്പോൾ ആ ഒരു 3ാമത്തെ നിലയിൽ 3 ക്ലാസ് റൂം ഒരു വാടക സെറ്റപ്പിൽ ജസ്റ്റ് ഒരു ക്ലാസ് മുറികൾ തിരിച്ചിട്ടാണ് ഞങ്ങൾ 3 ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ലാബുകളുടെ കുറവുകളുണ്ട്, അധ്യാപകരുടെ കുറവുകളുണ്ട്. ഇപ്പോൾ 218ഓളം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന വെറും 2 ബാത്റൂം മാത്രമാണ്. ഇത്രയും പെൺകുട്ടികളുള്ളൊരു കോളേജുകളിൽ 2 ബാത്റൂമിൻ്റെ സൗകര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം നല്ലോണം നേരിടുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് നേരിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 3ാമത്തെ വർഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ടൊരു കെട്ടിടമില്ല, അല്ലെങ്കിൽ സ്ഥലം വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ INC-യുടെ അംഗീകാരം പോകും, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം പോകും. അത് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ച കോഴ്സിന് വിലയില്ല, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വിലയില്ലാതെ വരും. അങ്ങനെ അംഗീകാരം പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ ഇത്ര കാലം കഷ്ടപ്പെട്ട് പഠിച്ചതും ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതൊന്നും വെറുതെ ആയി പോകുന്നുള്ളൊരു ചോദ്യത്തിന് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിനായിട്ട് ഇറങ്ങി. 3 വർഷമായി സ്വന്തം കെട്ടിടം ഉണ്ടാക്കിയെടുക്കാനും ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കാനും DMOക്ക് കഴിയാത്തത് പോരായ്മയാണ്. എന്തെല്ലാം വികസിച്ചാലും ആരോഗ്യരംഗം തകർന്നാൽ ഒന്നും ഇല്ലാതാവുമെന്നും ഒ.കെ. മണി പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം സ്വന്തമായൊരു കെട്ടിടം വേണം, താമസ സൗകര്യത്തിന് ഹോസ്റ്റൽ വേണം, അതുപോലെ വേണ്ടത്ര രീതിയിലുള്ള അധ്യാപന നിയമനം വേണം. അധ്യാപന നിയമനം ഇല്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിന്. മാനേജ്മെന്റിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പായിട്ട് ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും എല്ലാവർക്കും നിവേദനങ്ങളായിട്ടും ലെറ്റർ മുഖേന നമ്മളെല്ലാം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ തീർച്ചയായും ഇതിനു മുമ്പ് നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടില്ല. റിട്ടേൺ ആയിട്ടൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വാക്കാൽ മാത്രം അവരൊരു സൂചന മാത്രം തന്നിട്ട് നമുക്ക് വാക്കുകൾ തന്നിട്ട് വെറുതെ ഞങ്ങളെ വഴിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ അങ്ങനെ നിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഞങ്ങൾ ഈ സമരം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും എഴുതിയോ അല്ലെങ്കിൽ വാക്കാലോ അവരെന്തെങ്കിലും ഒരു പ്രൂഫ് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉള്ള കാര്യം. സ്വന്തമായ കെട്ടിടം, അധ്യാപകർ, ഹോസ്റ്റൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധിച്ചത്. പ്രിൻസിപ്പൽ ജയന്തി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ശ്രീറാം, സംഘടനാ യൂണിയൻ ഭാരവാഹികളായ അദീന, ഷിബിലിയ, സ്വരൂപ്, ഹർഷാദ് എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.